ഇന്ന് നമ്മുടെ ഇടയിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന രോഗമായി മാറിയിരിക്കുകയാണ് ഗ്യാസ്ട്രിക് എന്നുള്ളത്. അതിലൂടെ നെഞ്ചിരിച്ചൽ വരുന്നുണ്ട്, കോട്ടവായി വരുന്നുണ്ട്, അതുപോലെ തന്നെ കാറ്റു പോകുന്ന അവസ്ഥയും ഉണ്ടാകാറുണ്ട്. നാണം കേടാകുന്ന ഒരവസ്ഥയിലേക്കാണ് നമ്മുടെ ഈ രോഗം മാറിക്കൊണ്ടിരിക്കുന്നത്. ക്യാൻസർ അടക്കമുള്ള, അൾസർ അടക്കമുള്ള വലിയ വലിയ മാരകമായ രോഗങ്ങൾ വന്ന് ഓപ്പറേഷൻ വിധേയപ്പെടുകയാണ്. ഇതിന്റെ കാരണമായി പറയുന്നത് ആൽക്കഹോൾ, അതുപോലെ തന്നെ ചായ, കോഫികൾ, സിഗരറ്റുകൾ വലിക്കുന്നത് മൂലമുണ്ടാകുന്ന ഒരുപാട് അപകടങ്ങൾ അതിലൂടെ വരാറുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളെ ഒഴിവാക്കലാണ് ഒരു മനുഷ്യനിക്ക് ഏറ്റവും നല്ലത്. മറ്റൊരു കാര്യം, ഇത് ടെൻഷൻ മുഖേന ഗ്യാസ്ട്രിക് കൂടുതലുണ്ടാകും. നമ്മുടെ തലച്ചോറും നമ്മുടെ ബ്രെയിൻ അതുപോലെ തന്നെ നമ്മുടെ വയറ് വലിയ കണക്റ്റാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചിന്തകൾ, മനസ്സുകൾ, അതുപോലെ തന്നെ സ്ട്രെസ്സൊക്കെ ഒഴിവാക്കലാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പാലിക്കേണ്ടത്. രണ്ടാമതായി, ഭക്ഷണ പദാർത്ഥങ്ങളിലെ നിയന്ത്രണം ഉണ്ടാവണം. സ്പൈസ് ഐറ്റമുകൾ, എരിവ് ഐറ്റമുകൾ, ഉപ്പ് ഐറ്റമുകളൊക്കെ മാറിക്കൊണ്ടിരിക്കുക. മറ്റൊരു കാര്യം, പെയിൻ കില്ലറുമായി ബന്ധപ്പെട്ട മെഡിസിനുകളൊക്കെ ഒഴിവാക്കുക. അതിലൂടെ ഗ്യാസ്ട്രിക് ഉണ്ടാകും. വലിയ അപകടങ്ങൾ അതിലൂടെ നമുക്ക് വരാൻ സാധ്യതയുണ്ട്. മറ്റൊന്ന്, ഇങ്ങനെ വരുമ്പോൾ ലാബ് ടെസ്റ്റുകൾ ചെയ്യാൻ ആരും മറക്കരുത്. ജാഗ്രത പാലിക്കുക.